എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സോയാ ചങ്ക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുഴുവനും വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക ഒരു അരമണിക്കൂർ നേരത്തിന്. അപ്പോൾ നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടും. ഇത് ഓൾമോസ്റ്റ് നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലുള്ള വെള്ളം വാർന്ന് കളയാം. ഇപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ല, നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലത്തെ വെള്ളം ഫുള്ള് വാർന്ന് കളയുന്നത് വരെ നമ്മൾ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഓൾറെഡി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം വെള്ളം കയറും. അപ്പോൾ അരമണിക്കൂറോളമാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായി പിഴിഞ്ഞ് കൊടുക്കുക, അതിൻ്റെ വെള്ളം ഫുള്ള് പോകുന്നത് വരെ. നെക്സ്റ്റ് നമ്മളിത് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നന്നായി കഴുകിയെടുക്കണം. ഇതിലെന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ ഓൾറെഡി കഴുകിയിട്ടാണ് നിങ്ങൾ വെള്ളത്തിലിട്ടെന്ന് വെച്ചാൽ അങ്ങനെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായി കഴുകിയിട്ട് അതിൽ വെള്ളം ഫുള്ള് വാർന്ന് കളയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഒരു വലിയ ബ്ലെൻഡർ എടുക്കുക, മിക്സി. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് വെള്ളം വാർന്ന് കളഞ്ഞിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. പാൽപ്പായിട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. എന്നിട്ട് നന്നായി അരച്ചെടുക്കുക. അങ്ങനെ കണ്ടില്ലേ, നമ്മൾ സോയ ചങ്ക്സ് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു മീറ്റിൻ്റെ പോലെയുള്ള കാണാൻ. അപ്പോൾ ഇതുകൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മളിപ്പോൾ നന്നായി പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് കട്ട്ലേറ്റിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒനിയൻസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടുള്ള പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്തോരാണോ എടുത്തിട്ടുള്ളത് സോയ ചങ്ക്സ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സവാള വഴറ്റി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഒന്ന് ആ പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മതിയായിരിക്കും. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളകാണ്. ഇവിടെ ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പം നല്ല സ്പൈസി ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതൽ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ദെൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ദെൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നെക്സ്റ്റ് നമ്മളിതിലേക്ക് അല്പം ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ എപ്പോഴും പറയാൻ മറക്കാറുണ്ട്, ഞങ്ങൾ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുള്ള ഗരം മസാലയാണ് ഓൾമോസ്റ്റ് യൂസ് ചെയ്യാറ്. പുറത്തുനിന്നുള്ള ഗരം മസാല ഒന്നും ഉപയോഗിക്കാറില്ല, പാക്കറ്റിലുള്ളതൊന്നും ഉപയോഗിക്കാറില്ല. അപ്പം നല്ല സ്മെല്ലാണ് ഇതിന് കിട്ടാറ്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഗരം മസാലയുടെ കൂട്ട് ഞാനൊരു വീഡിയോ തയ്യാറാക്കിയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട അടുത്ത് തന്നെ. അങ്ങനെ നമ്മൾ സവാളയും പച്ചമുളകും മസാലയൊക്കെ കൂടി കിടന്നിട്ട് ഇപ്പോൾ പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തീ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ടിട്ട് പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ ചെറുതാക്കി മല്ലിയില അരിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മളിപ്പോൾ വഴറ്റി വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഉള്ള ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. അവിടെ ഞാൻ ഉരുളൻകിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു 6-7 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെല്ലാതും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാ മിക്സ്ചറും കൂടിയിട്ട് ഇപ്പം നല്ലൊരു പരുവായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്.
നന്നായി സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ കൈ യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായി ഇങ്ങനെ ഉടച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ ഇങ്ങനെ ആയി കിട്ടുള്ളൂ. ഇതിൽ നമ്മൾ കുഞ്ഞ് സ്മോൾ ബോൾസ് എടുത്തിട്ട് ആ കട്ട്ലേറ്റിൻ്റെ ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കണം. നോർമൽ കട്ട്ലേറ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു കുഞ്ഞു ബോൾ എടുക്കുക. ദെൻ നമ്മൾ 2 കൈ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഷേപ്പ് ആക്കി എടുക്കുക. റൗണ്ട് ഷേപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഹാർട്ട് ഷേപ്പോ ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ബാക്കിയുള്ള കട്ട്ലേറ്റും കൂടി ഞാൻ ഇതേപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇത് ബ്രെഡ് ക്രംസിൽ അതുപോലെ തന്നെ മുട്ടയിലും കൂടിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ആ കട്ട്ലേറ്റിൻ്റെ നോർമൽ ചെയ്യുന്ന പ്രോസസ്സൊക്കെ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ മുട്ട വൈറ്റും യെല്ലോ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഡിപ്പ് ചെയ്ത് അതിന് ശേഷം ബ്രെഡ് ക്രംസ് എടുത്തിട്ട് അതിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഞാൻ ബ്രെഡ് ക്രംസ് നമ്മൾ നോർമൽ ബ്രെഡ് ഉണ്ടല്ലോ അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ റൊട്ടിപ്പൊടിയോ അതുപോലെ തന്നെ ഷോപ്പിൽ നിന്ന് ബ്രെഡ് ക്രംസ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് ഇതുപോലെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല തിളച്ച് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇപ്പോൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള കട്ട്ലേറ്റ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ആ വെച്ച് കൊടുക്കുന്ന ടൈമിൽ ഒന്ന് ചെറുതായിട്ട് തീ കുറച്ച് കൊടുക്കുക. കാരണം അത് കയ്യുമ്മൽക്കൊന്നും ആവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി പൊള്ളൊന്നും ചെയ്യരുതല്ലോ. അപ്പോൾ ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് വേണ്ടി ഇട്ട് കൊടുക്കാൻ, പക്ഷേ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ മാത്രം ഒന്ന് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കുക. അങ്ങനെ നമ്മളുടെ കട്ട്ലേറ്റിൻ്റെ 1 സൈഡ് ഇപ്പോൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മുങ്ങാനുള്ള ഓയിൽ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. അത് ഞങ്ങൾ മില്ലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് ഓയിലൊന്നും വാങ്ങാറില്ല, പുറത്ത് പാക്കറ്റൊന്നും വാങ്ങാറില്ല. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, ആ ഒരു സ്മെല്ലുണ്ടാവും, അതിൻ്റെ തന്നെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. അങ്ങനെ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള സോയ ചങ്ക്സ് കട്ട്ലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ മീറ്റൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ആ ഒരു ടേസ്റ്റിൽ എങ്ങനെ വേറൊരു വിഭവം ഉണ്ടാക്കാമെന്ന് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ സോയ ചങ്ക്സ് റെക്കമെൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചമ്മന്തിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വേറെ ചമ്മന്തി ഒരു ഡിപ്പ് പോലെ ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.